ചാടിച്ചാവാൻ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലേ ചേച്ചി? ഒരൊറ്റ അടിയൊന്നും ഉണ്ടല്ലോ. സോറി. പോസ്റ്റ് ആക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടേ. ഞാൻ എത്ര വട്ടം പറഞ്ഞു അപ്പം വീട്ടിൽ ഒറ്റയ്ക്കാന്ന്. ഇപ്പൊ തന്നെ 4 വട്ടം വിളിച്ചു. എടി അതിനൊരു ഐഡിയ ഉണ്ട്. നമുക്ക് നിന്റെ അപ്പനെ രണ്ടാമത് കെട്ടിക്കാം. അതാകുമ്പോ നിന്റെ ടെൻഷനും മാറും. എന്തായി ഗൾഫിൽ പോണ കാര്യമൊക്കെ? ഓ അതൊന്നും ആയില്ല സാറേ ഇതുവരെ. നിങ്ങളുടെ ഓഫീസിൽ എനിക്ക് ജോലി വല്ലതും കിട്ടും? ബെസ്റ്റ്. എന്റെ പൊന്ന് ജോർജി, ഈ ചാനലിലെ പണിയൊക്കെ നിങ്ങളെപ്പോലുള്ള അയ്യോഭാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതൊക്കെ റിയെ പോലെ നല്ല ഹൈബ്രിഡ് ജനിസപ്പെട്ട പെൺകുട്ടികൾക്കുള്ളതാ. എനിക്കറിയാം സാറേ, ഞാൻ വെറുതെ ചോദിച്ചത്. നാളെ എന്നെയും എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്പൈ ന്യൂസാ, നേരത്തെ അങ്ങ് എത്തിക്കണം. മന്ത്രി രാജൻ കുറുപ്പിനെ കണ്ടാമൃതത്തിന്റെ തൊലിക്കെട്ടിയാ. രാജ് സാറി അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. വണ്ടി എടുക്ക്. നമുക്കേ വണ്ടി ഇങ്ങനെ അങ്ങ് വിട്ടാലോ 2 ദിവസം? പിന്നെ നിന്റെ കൂടെ കുറെ നാളാ ഞാൻ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. വല്ല നടക്കണമല്ലോ പറ. എടി ഇതൊക്കെ നടക്കൂടി, നീനൊന്ന് വിശ്വസിക്കേ. നിന്നല്ലേ? എടാ നിനക്കെന്നെ കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതിന് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. നിന്റെ അപ്പം വെള്ളോടി ഒന്നുകൂടെ സ്ട്രോങ് ആക്കണ്ടേ? എങ്ങനെ? അയാൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പീഡിൽ മദ്യപിച്ചല്ലേ കാര്യം നടക്കും. ഒന്ന് പോടാ. അപ്പന്റെ വെള്ളടി എങ്ങനെ നിർത്താനാ ഞാൻ നോക്കണം. അയ്യോ അങ്ങനൊന്നും ചെയ്തേക്കല്ലേ. കാര്യം പുള്ളിക്കെന്നെ കണ്ണെടുത്താൽ കണ്ടുവിടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് വേണം പുള്ളിയുടെ മിലിറ്ററി കോട്ടയെന്ന് എല്ലാ മാസവും 2 ലിറ്റർ വെച്ച് എനിക്ക് താങ്ങാൻ. അതെ, ഉടായ്പ വിളിക്കുന്നു. അവനൊന്ന് ഗോവയ്ക്ക് പോകാനിരിക്കുവോ? നിന്നെ കൊണ്ടാക്കിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എന്താ ചേട്ടാ? റിയ, നീ കട്ട് ചെയ്യണോ അതോ ഞാൻ കട്ട് ചെയ്യണോ? ഞാൻ ചെയ്തല്ലോ. എന്താന്നറിയില്ല, അവൻ നിന്നെ ഭയങ്കര പേടിയാണ്. അവൻ ഉടായ്പാണെന്നേ അവൻ എന്നെ നല്ലോണം അറിയാതാ. അതായിരിക്കും. അരവിന്ദൻ വിളിച്ചായിരുന്നു. നിന്റെ വിസ പ്രോസസിങ് തുടങ്ങിയെന്നാ പറഞ്ഞു. എന്താ മോളിനൊരു അനാവശ്യമായിട്ടൊരു കനം? അവരെന്നെയും വിളിച്ചായിരുന്നു. എടാ കാശിന്റെ കാര്യമാണോ? അത് നമുക്ക് റെഡിയാക്കാം. ഒന്നും നടന്നില്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് അടിച്ചു മാറ്റാം. എൻ്റെ അപ്പൻ്റെ അക്കൗണ്ടിലെ കാശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ് തന്നെയല്ലേ? ഓക്കെ ആണ് കേട്ടോ. നീ ഇറങ്ങുന്നില്ലേ? നിന്റെ അപ്പം പട്ടാളൊന്നിനും പുറത്തിറങ്ങി വരൂ. അതിന് പുള്ളിയെ പഴയ തോക്കിനെ തൊണ്ടറച്ച് വെച്ചിട്ടുണ്ട് അവനെ നെഞ്ചത്തിട്ട് പൊട്ടിക്കാൻ. നീ വാടാ. ഡാ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാൻ? ഒന്നും പറയാനില്ല. ഞാൻ തരാനുള്ള പൈസയുടെ കാര്യമാണോ? എടി അത് ഞാൻ നിനക്ക് ദുബായി പോയി കഴിയുമ്പോൾ ദിർഹംസായിട്ട് അയച്ചു തരാം പോരെ? ശരി. എടി പോയി നിന്റെ പ്രാഞ്ചിക്ക് സെൻഡ് ഓഫ് കൊടുക്കും. അങ്ങനെ പറയാൻ പോടാ. അങ്ങളെ ജയ് ജവാൻ. താങ്ക് യു.